അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സജീവ ചർച്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹം ചെയ്ത സ്ത്രീപീഡന കഥകളും. എന്താണ് ഈ വിഷയം? കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു സിനിമാ നടി വന്ന് പറയുകയാണ്, എന്നോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ലർട്ടേഷ്യസ് ആയിട്ട് സംസാരിച്ചു, ഒരുപാട് തവണ അപ്രോച്ച് ചെയ്തു, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, എനിക്ക് അദ്ദേഹം നന്നാവണമെന്നാണ് ആഗ്രഹം. പേര് ആദ്യം പറഞ്ഞില്ല, പിന്നീട് എല്ലാവർക്കും മനസ്സിലായി അത് തന്നെയാണ് ആള് എന്നുള്ളത്. അപ്പോഴാണ് ഈ വിഷയം തുടങ്ങുന്നത്. അപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ വന്നിട്ട് എന്നോട് ഫ്ലർട്ടേഷ്യസ് ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രോച്ച് ചെയ്തു എന്ന് പറയുകയും അത് മാധ്യമങ്ങൾ വളരെ വലിയ ചർച്ചയാക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹം രാഷ്ട്രീയക്കാരനായതുകൊണ്ടും അത് ആളുകൾ ആഘോഷിച്ചു എന്നതാണ് സത്യം. പിന്നീട് ഒരു സ്ത്രീ വന്നിട്ട് പറയുകയാണ്, ഒരു സ്ത്രീ വന്ന് പറഞ്ഞതല്ല, ഒരു സ്ത്രീയുടെ ചാറ്റ് പുറത്തേക്ക് എത്തുകയും അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അവരെ ഗർഭനിരോധനത്തിന് അല്ലെങ്കിൽ അവർ ഗർഭിണിയായപ്പോൾ അത് അലസിപ്പിക്കാൻ അവരെ നിർബന്ധിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ചർച്ചകളും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തു. ഇതാണ് വിഷയം. നമ്മളിന്ന് അഡ്രസ് ചെയ്യാൻ പോകുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിച്ച ചില ആളുകളും അല്ലെങ്കിൽ ആഘോഷിച്ച ഭൂരിപക്ഷം ആളുകളുടെയും മോറൽ കോൺസെപ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പൊ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ഈ പറഞ്ഞതൊക്കെ തെറ്റാണ്, അല്ലെങ്കിൽ ഈ ചെയ്തതൊക്കെ തെറ്റാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മാധ്യമ പ്രവർത്തകർ, പ്രത്യേകിച്ച് ഞാൻ പേരെടുത്ത് പറയുന്നത് ഡോക്ടർ അരുൺകുമാർ എന്ന് പറയുന്ന ഇടത് സഹയാത്രികനായ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയക്കാരനായ മാധ്യമ പ്രവർത്തകനും, പിന്നെ അവര് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികളായ കമ്മ്യൂണിസ്റ്റുകാരുമാണ്. അപ്പോ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റ്? ഇപ്പൊ രണ്ട് കാറ്റഗറി. അപ്പൊ ഒന്ന്, ഫ്ലർട്ടേഷ്യസ് ആയിട്ട് പെൺകുട്ടികളോട് അപ്രോച്ച് ചെയ്യുന്നു. രണ്ട്, ഉഭയകക്ഷി സമ്മതത്തോടു കൂടി ഒരു അന്യ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ആ റിലേഷൻഷിപ്പ് അവർ മുന്നോട്ട് കൊണ്ടുപോവാതെ അവിടെ നിന്ന് മുങ്ങുകയൊക്കെ ചെയ്യുന്നതാണ്. ഇതൊക്കെ അധാർമികമാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ധാർമ്മികതയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. നമ്മളിപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചാലും ശരി, ഒരുപാട് സ്ഥലത്ത് മൊറാലിറ്റി എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റിന് മൊറാലിറ്റിക്കെതിരായ കാര്യങ്ങളെ നിയന്ത്രിക്കാം. പക്ഷേ ഹൂ ടെൻസ് ടു ഡിഫൈൻ മൊറാലിറ്റി? ആരാണ് മൊറാലിറ്റി തീരുമാനിക്കുന്നത്? എന്താണ് മോറൽ എന്നും എന്താണ് ഇമ്മോറൽ എന്നൊക്കെ ഉള്ളത് ആരാണ് ഇവിടെ തീരുമാനിക്കുന്നത് എന്നൊരു വലിയ ചോദ്യചിഹ്നമുണ്ട്. അപ്പോൾ ഡോക്ടർ അരുൺകുമാറിന്റെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ, സൊസൈറ്റിക്ക് ചില മോറൽ കോൺസെപ്റ്റുകൾ ഉണ്ടാവാം. സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം ചില കാര്യങ്ങളെ ധാർമ്മികമാണ് എന്നും ചില കാര്യങ്ങൾ ധാർമ്മികമല്ല എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടാവാം. കോൺസ്റ്റിറ്റ്യൂഷന് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതവിടെ നിയമപരമായി അനുവദിക്കപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയും സൊസൈറ്റിയുടെ മൊറാലിറ്റിയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിക്കാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് എന്ന് ഡോക്ടർ അരുൺകുമാർ തന്നെ പറയുന്നുണ്ട്. എങ്കിൽ നിയമപരമായി കോൺസ്റ്റിറ്റ്യൂഷണലി ഒരു പെൺകുട്ടിയുമായി ഫ്ലർട്ടേഷ്യസ് ആയി സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയിട്ട് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോ തെറ്റാണോ? അല്ല. എങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഇത് തെറ്റാണ് എന്ന് പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ ഇവിടെ കുറച്ച് ദിവസം, ഇപ്പോ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ സ്ത്രീ പരാതി നൽകിയത്. അതുവരെ പരാതി പോലും ഇല്ല. ഓക്കെ, ഇനി ഇതുവരെ നടന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വരുമ്പോൾ നമുക്ക് അത് വേറെ വിഷയമാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുവരെ അദ്ദേഹം പറഞ്ഞ ഈ ചർച്ചകളും അല്ലെങ്കിൽ ഇതുവരെ അദ്ദേഹം പറഞ്ഞ ഇത് അധാർമികതയുടെ ആംഗിളിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഉഭയകക്ഷി സമ്മതത്തോട് കൂടിയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റല്ല നിയമപരമായി എങ്കിൽ അദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്ന്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം ധാർമ്മികമായി അത് ചെയ്തത് തെറ്റാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവർ പറയുന്നതിൽ ഒരു വിരോധാഭാസം ഇല്ലേ? ഇതാണ് എനിക്ക് ഒന്നാമതായി ചോദിക്കാനുള്ളത്. ഇപ്പോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനോട് ചോദിക്കുകയാണ് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വളരെ ലളിതമായ ഉത്തരമുണ്ട്. കാരണം ഹൂ ടെൻസ് ടു ഡിഫൈൻ മൊറാലിറ്റി എന്ന ആ വലിയ ചോദ്യത്തിന് ഞങ്ങളുടെ കയ്യിൽ വളരെ സിമ്പിളായ സ്ട്രെയിറ്റ് ആയ ഒരു ഉത്തരമുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യന്റെ ദൈവം അല്ലെങ്കിൽ റബ്ബാണ് മനുഷ്യനെ എന്താണ് ധാർമ്മികമെന്നും എന്താണ് അധാർമികമെന്നും തീരുമാനിക്കേണ്ടത്. ആ ദൈവമാണ് നമുക്ക് നിയമങ്ങൾ തരുന്നത്, അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അന്യ സ്ത്രീയുമായി, നമ്മൾ വിവാഹം കഴിച്ചിട്ടില്ലാത്ത അന്യ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വ്യഭിചാരം എന്നുള്ളത് ഇസ്ലാമിൽ ഗുരുതരമായ തെറ്റാണ്. അത് പരലോകത്ത് മാത്രമല്ല ഈ ലോകത്തും നമ്മളെ ഡിസ്ട്രോയ് ചെയ്യും, നമ്മളെ നശിപ്പിക്കും എന്നുള്ളതാണ്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ മുസ്ലിം ഒന്നുമല്ല, പക്ഷെ അദ്ദേഹം ഈ ചെയ്ത ഈ തെറ്റ് കാരണം അദ്ദേഹം ഇപ്പോൾ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കരിയർ പോലും ഇന്ന്
വലിയൊരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് കൃത്യമായ ഉത്തരമുണ്ട്. അപ്പോൾ ഇനി വിവാഹം കഴിച്ച ആളുകളാണെങ്കിൽ അവർ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നത് അതിലും ഗൗരവകരമായ കുറ്റമാണ്. കാരണം അവിടെ തകരുന്നത് ഈ വ്യക്തികൾ മാത്രമല്ല, ഒരുപാട് കുടുംബങ്ങൾ കൂടിയാണ്. അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊരു മുസ്ലിമിനോട് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ കൃത്യമായ ഒരു ഉത്തരമുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ സവിശേഷത എന്നുള്ളത്. ഇനി ഈ പറഞ്ഞ ഇടത് ലിബറൽസും അല്ലെങ്കിൽ ഈ ഇടത് സഹയാത്രികനായ ഡോക്ടർ അരുൺകുമാറിനെ പോലുള്ള ആളുകൾക്ക് എന്താണ് ഇസ്ലാമിലെ നിയമങ്ങളെ പറ്റി പറയാനുള്ളത്? ഇസ്ലാമിലെ നിയമങ്ങൾ എന്നുള്ളത് 6-ാം നൂറ്റാണ്ടിൽ വന്ന പ്രാകൃതമായ നിയമങ്ങളാണ്. അത് ഇന്ന് പ്രസക്തമല്ല, അത് മാറ്റേണ്ടതാണ്. ഇതൊന്നും കാലിക പ്രസക്തമായ നിയമങ്ങളല്ല, അതൊക്കെ പൊളിച്ചടക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇവരുടെ വാദം. എങ്കിൽ ഇവരിപ്പോൾ സന്ധിയായിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിലെ നിയമങ്ങളോടല്ലേ? അപ്പൊ എന്തെങ്കിലും വിഷയം വരുമ്പോഴൊക്കെ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അപ്പോ ഈ നിയമങ്ങളുമായി അവർ സന്ധിയാവുക. എന്തെങ്കിലും ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുമ്പോ അല്ലെങ്കിൽ ക്രൂരമായ രീതിയിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് സമൂഹം ചിന്തിക്കുമ്പോൾ വന്നിട്ട് സൗദി അറേബ്യയിലെ നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരണം എന്ന് പറയുക. അപ്പൊ ഇതൊന്നും എന്തല്ല, ഒരു 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 കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവർക്കുള്ളത് എന്നുള്ളത് നമുക്ക് ഈ ഒരു വിഷയങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത്, ഇസ്ലാമിലെ നിയമങ്ങൾ എന്നുള്ളത് ഒരു മനുഷ്യനുണ്ടാക്കിയ നിയമമല്ല, അത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഇറക്കിയ നിയമങ്ങളാണ്. ആ നിയമങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയതാണെങ്കിൽ അത് അന്നും പ്രസക്തമാണ്, 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഇന്നും പ്രസക്തമാണ്. ഇനി ലോകാവസാനം വരെ അത് പ്രസക്തമായി നിലകൊള്ളുക തന്നെ ചെയ്യും. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.